മൂന പാണ്ഡെ എന്ന് പറയുന്ന 21 വയസ്സുള്ള ഒരു നേപ്പാളി സ്റ്റുഡൻറ് ബെറ്റർ ലൈഫിനും മറ്റും വേണ്ടിയിട്ടായിരുന്നു അമേരിക്കയിലോട്ട് എത്തിയത്. എന്നാൽ അവിടെ എത്തി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയായിരുന്നു. ഇത് അവരുടെ ജീവിതം തന്നെ കീഴ്മേൽ മറിക്കുകയും ചെയ്തു. ഈ മൂന പാണ്ഡെ ഒരാളെ പരിചയപ്പെട്ടതിന് ശേഷം അയാളുടെ പണവും ഇൻഫ്ലുവൻസും ധാരാളം യൂസ് ചെയ്യുകയാണ്. എന്നാൽ മൂന പാണ്ഡെ റെസിസ്റ്റ് ചെയ്തെടുത്തു നിന്നാണ് പല പ്രശ്നങ്ങളും തുടങ്ങുന്നത്. അപ്പോൾ ആരാണ് മൂന പാണ്ഡെ? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, അതേപോലെ തന്നെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിനിയായിരുന്നു അവർ. നേപ്പാളിലായിരുന്നു ആ ഒരു പെൺകുട്ടി ജനിച്ചു വളർന്നത്. ഇവരുടെ അമ്മയുടെ പേര് അനിത അധികാരി എന്നായിരുന്നു. അവരായിരുന്നു ഈ ഒരു പെൺകുട്ടിയെ നോക്കിയിരുന്നത്. അവരൊരു സിംഗിൾ മദർ ആയിരുന്നു. അപ്പോൾ അവരുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം വളരെ വയലൻ്റ് ആയിട്ടുള്ള, അബ്യൂസീവ് ആയിട്ടുള്ള ഒരു ഭർത്താവായിരുന്നു ഈ ഒരു മൂന പാണ്ഡെയുടെ അച്ഛൻ. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഈ ഒരു പെൺകുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഈ അമ്മ പുറത്ത് പോയി പല ജോലികളും മറ്റുമൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു പെൺകുട്ടിയെ ഒരു നിലയിലോട്ട് എത്തിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മുഴുവൻ പ്രതീക്ഷയും ഈ ഒരു മൂന പാണ്ഡെയിലായിരുന്നു. എങ്ങനെയെങ്കിലും തൻ്റെ മകൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. താൻ അനുഭവിച്ചതൊന്നും തൻ്റെ മകൾ അനുഭവിക്കരുത് എന്നുള്ളൊരു ആഗ്രഹവും അവരിലുണ്ടായിരുന്നു. അങ്ങനെയാണ് 19ാമത്തെ വയസ്സിൽ ഈ പെൺകുട്ടിയെ അവർ US യാത്രയാക്കുന്നത്. അവിടെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കും, നല്ലൊരു കരിയർ ഉണ്ടാവും, അതുപോലെ തന്നെ എന്താ പറയുക, പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് 2021 ഹ്യൂസ്റ്റൺ ടെക്സാസിലോട്ട് നേപ്പാളിൽ നിന്ന് ഈ പെൺകുട്ടി വണ്ടി കയറുന്നത്. അങ്ങനെ US മൂന പാണ്ഡെയുടെ ലൈഫിൻ്റെ പുതിയൊരു അധ്യായം അവിടെ തുടങ്ങുകയായിരുന്നു. ആ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അവിടെ എത്തി വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് ഈ ഒരു മൂന പാണ്ഡെ അഡാപ്റ്റ് ആവുകയാണ്. അവിടെ എത്തി അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്തു, കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആയി, അതേപോലെ തന്നെ അവിടുത്തെ കമ്മ്യൂണിറ്റിയിലും കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായി. അതേപോലെ ഹ്യൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജിൽ നഴ്സിങ്ങിന് അവർ ചേരുകയും ചെയ്തു. വളരെ പെട്ടെന്ന് ഫ്രണ്ട്സ് ഉണ്ടാക്കുന്ന, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന, വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഈ ഒരു മൂന പാണ്ഡെ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാടധികം സുഹൃത്തുക്കളും ഉണ്ടാവുകയാണ്. ഈ ഒരു പെൺകുട്ടിയെക്കുറിച്ച് ആ പെൺകുട്ടിയുടെ ഒരു സുഹൃത്ത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്നിൽ ആഗ്രഹിക്കുന്ന ഒരുപാടധികം ഗുണങ്ങൾ ഈ ഒരു മൂന പാണ്ഡെക്ക് ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലായിരുന്നു. അവരുടെ കോൺഫിഡൻസ്, അവരുടെ ഇൻഡിപെൻഡൻസ് തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങൾ ആ ഒരു പെൺകുട്ടിയിൽ നിന്ന് പഠിച്ചതായിട്ട് ഈ ഒരു സുഹൃത്ത് പറയുകയാണ്. പിന്നെ ഈ മൂന പാണ്ഡെ ഭയങ്കര ആക്റ്റീവായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അവർക്ക് ഈ ഒരു നേപ്പാളി കൾച്ചറിനോടും ഫുഡിനോടൊക്കെ പ്രത്യേക താല്പര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിനെയും കൊണ്ട് ഒരു നേപ്പാളി റെസ്റ്റോറൻറ്റ് ഉണ്ട്, കാഠ്മണ്ഡു കറിയൻ ബാർ എന്ന് പറയുന്ന, അവിടെ തന്നെയായിരുന്നു പാർട്ട് ടൈം ആയിട്ട് ആ സമയത്ത് ആ പെൺകുട്ടി വർക്ക് ചെയ്തിരുന്നതും. അങ്ങോട്ട് ഈ ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുപോവുക, അതേപോലെ തന്നെ നേപ്പാളി ഡിഷസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഈ ഒരു പെൺകുട്ടി ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഫ്രണ്ട്സ് പറയുന്നതനുസരിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വർക്ക് എത്തിക്കുള്ളൊരു കൂട്ടത്തിലായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ. അതായത് അവിടെ എത്തി പല പല ജോലികൾ ചെയ്ത് തൻ്റെ വാടകകളും കാര്യങ്ങളും കോളേജിലെ ഫീസും എല്ലാം അവർ നോക്കുന്നുണ്ടായിരുന്നു ഒറ്റയ്ക്ക്. അതിനോടൊപ്പം തന്നെ തൻ്റെ ഫാമിലിയെയും അവരിവിടെ വർക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അവർ ഡ്രൈവിംഗ് പഠിച്ചു, ലൈസൻസ് എടുത്തു. അങ്ങനെയുള്ള ഒരുപാടധികം എക്സ്ട്രാ ആക്ടിവിറ്റീസും കൂടെ ഇതിനിടയിലൂടെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഒരു ഫോറിൻ കൺട്രിയിൽ വന്നിട്ട് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് അവരൊരുപാട് കഷ്ടപ്പെട്ടു. എന്നാലും അവർ എന്നും മുന്നോട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഇവരുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും ഇവരുടെ അധികം ഫ്രണ്ട്സിനൊന്നും അറിയില്ലായിരുന്നു. എപ്പോഴും ഇവരുടെ ചിരിക്കുന്ന മുഖം കാര്യങ്ങളൊക്കെ അവർ കണ്ടിട്ടുള്ളൂ. എന്നാലും പല എന്താ പറയുക ജോലികളൊക്കെ ചെയ്ത് ഒരുപാടധികം എന്താ പറയുക പ്രഷറും ടെൻഷനും കാര്യങ്ങളും വീട്ടിലത്തെ പ്രശ്നങ്ങളും എല്ലാം ഒക്കെ ആയിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ ആയിരുന്നു ആ ഒരു പെൺകുട്ടി മിക്ക സമയങ്ങളിലും കടന്നു പോയിരുന്നത്. എന്നാലും ഫ്യൂച്ചറിനെ കുറിച്ചൊരു ഹോപ്പുള്ളൊരു കൂട്ടത്തിലായിരുന്നു എന്നുള്ളതാണ് ആ പെൺകുട്ടിയുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പിന്നീട് സാക്ഷ്യപ്പെടുത്തിയത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ഒരു ശനിയാഴ്ചയായിരുന്നു, ഓഗസ്റ്റ് 24, 2024. ഈ മൂന പാണ്ഡെ അവരുടെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് അവർ വർക്ക് ചെയ്തിരുന്ന സെൽഫോൺ ഷോപ്പിൽ നിന്നും ഇറങ്ങുകയാണ്. ഏകദേശം ഒരു 8 മണി ടൈം ആയിട്ടുണ്ടാകും. അവിടെ നിന്ന് ഇറങ്ങിയ അവർക്ക് എന്താ പറയുക അപ്പാർട്ട്മെൻറ്റിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ടൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകാനുണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം അവർ ആ ഒരു പാർട്ടിക്ക് എത്തിയില്ല. സാധാരണഗതിയിൽ മൂന പാണ്ഡെയുടെ ഒരു സ്വഭാവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും മാറ്റുന്ന കൂട്ടത്തിലല്ല. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആ പെൺകുട്ടിക്ക് ആ സമയത്ത് ടെക്സ്റ്റ് ചെയ്യാണ്. അപ്പോൾ ടെക്സ്റ്റിന് റിപ്ലൈ ഇല്ല, കോൾ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യുന്നുമില്ല. സാധാരണഗതിയിൽ അങ്ങനെയുള്ളൊരു സ്വഭാവം ഇല്ലാത്ത ഒരാളാണ്. ഇന്നിപ്പോൾ എന്ത് പറ്റിയാവോ എന്ന് വിചാരിച്ചുകൊണ്ട് ഫ്രണ്ട്സും അത് വലിയ കാര്യമാക്കിയില്ല.
പിന്നെ ഈ സെൽഫോൺ ഷോപ്പിലെ മാനേജർക്കും എന്തൊക്കെയോ പന്തികേട് തോന്നുകയാണ്. കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ വർക്കിൻ്റെ ഷെഡ്യൂൾ ഈ മൂന്നാപ്പാണ്ടേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരുടെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് ഒന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ ഇങ്ങനെ ഷെഡ്യൂൾ അയച്ചു കൊടുക്കുമ്പോൾ സ്പോട്ടിൽ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് റെസ്പോൺസ് വരാത്തത് കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമോ എന്നുള്ളത് ആളുടെ ഉള്ളിൽ ആൾക്ക് തോന്നുകയായിരുന്നു. എന്നാലും ആളും അത് വലിയ കാര്യമാക്കിയില്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. അതായത് വീക്കെൻഡ് കഴിഞ്ഞ് തിങ്കളാഴ്ചയായി, ഓഗസ്റ്റ് 26, 2024. അന്നത്തെ ദിവസം ആ മൂനാപ്പാണ്ഡെ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിലെ മാനേജർക്ക് ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു കോൾ വരികയാണ്. അതിലുണ്ടായിരുന്നത് അവിടെ ഒരു ഫ്ലാറ്റിൽ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. ഇത് കേട്ട ആളാകെപ്പാടെ ഷോക്കായി പോവാണ്. അതുപോലെ തന്നെ നേരെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിലോട്ട് പോയി നോക്കുകയാണ്. അപ്പോൾ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ആൾ തുറന്ന് അകത്തോട്ട് കയറി നോക്കിയപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. അത് കേട്ട് അയാൾ അലറി വിളിക്കുകയും ഉടനെ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂനാപ്പാണ്ഡയുടെ ചേതനേറ്റ ശരീരമായിരുന്നു ആൾ കണ്ടത്. അവരുടെ ബെഡിലിങ്ങനെ കിടക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വെടിയേറ്റ പാടുകളും ഉണ്ടായിരുന്നു ശരീരത്തിൽ. പോലീസുകാർ ഏകദേശം ഒരു 5:45 ടൈമൊക്കെ ആയപ്പോഴത്തേനും അവിടെ എത്തി. അവർ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആ ഏരിയ മുഴുവൻ സെക്യൂർ ചെയ്തു. അവർ നോക്കുമ്പോൾ 4 ബുള്ളറ്റ് വൂൺസ് ഉണ്ട്. അതിൽ 3 എണ്ണവും ബോഡിയിലാണ്. അതുപോലെ തന്നെ ഒരെണ്ണം തലയുടെ ബാക്കിലാണ്. ഒരു എക്സിക്യൂഷൻ സ്റ്റൈൽ മർഡർ ആയിരുന്നു ഇതെന്നുള്ള രീതിയിലാണ് പോലീസുകാർ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. പിന്നെ ആ ഒരു മർഡർ നടന്നിട്ട് 1-2 ദിവസമായിട്ടുണ്ടെന്നുള്ളതും പോലീസിന് മനസ്സിലാവുകയാണ്. അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഫോണും കാര്യങ്ങളൊന്നും അവിടെ കാണാനില്ല. അത് മിസ്സിംഗ് ആണ്. സോ കൊലപാതകി ഫോണും കാര്യങ്ങളൊക്കെ എടുത്ത് കടന്നു കളഞ്ഞതായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലോട്ട് പോലീസുകാരെത്തുകയാണ്. പോലീസുകാർ നോക്കുമ്പോൾ അപ്പാർട്ട്മെന്റിലോട്ട് ഫോഴ്സ്ഡ് എൻട്രിയും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. സോ ഈ മൂനാപ്പാണ്ഡേക്ക് അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും കില്ലർ എന്നുള്ള ഒരു അസംഷനിലോട്ട് പോലീസുകാരെത്തുകയാണ്. അതുപോലെ തന്നെ അതിനിടയിൽ ഈ ഒരു വിവരം മൂനാപ്പാണ്ഡയുടെ വീട്ടിലറിയുകയാണ്. ഈ ശനിയാഴ്ച ഈവനിങ് മുതൽ ഈ മൂനാപ്പാണ്ഡയുടെ അമ്മ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാലും മകൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സ്ത്രീ വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എവിടേക്കെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യായിരിക്കും, ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഫോൺ ഓഫായി പോയിട്ടുണ്ടാവുക, ഫോൺ എടുക്കാത്തത്. സോ പേടിക്കാനൊന്നുമില്ല, 1-2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വിളിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ആ സ്ത്രീ ഉണ്ടായിരുന്നത്. എന്നാൽ ചൊവ്വാഴ്ച ഈ മൂനാപ്പാണ്ഡയുടെ ഫ്രണ്ട്സ് ഈ മൂനാപ്പാണ്ഡയുടെ അമ്മയെ വിളിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവർ ആകെപ്പാടെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ്. അവർക്കൊന്നും പറയാനോ പ്രതികരിക്കാനോ കഴിയുന്നുണ്ടായിരുന്നില്ല. സ്പോട്ടിൽ തന്നെ അവർ തല കറങ്ങി വീഴുകയായിരുന്നു. ഹ്യൂസ്റ്റണിലുള്ള അവരുടെ ഫ്രണ്ട്സിനും അവരുടെ കമ്മ്യൂണിറ്റിയിലുണ്ടായിരുന്ന ആളുകൾക്കും ഇവരെ പരിചയം ഉണ്ടായിരുന്ന ആളുകൾക്കും എന്തിന് ആ ഏരിയയിൽ താമസിച്ചിരുന്ന ആളുകൾക്ക് ആർക്കും തന്നെ ഈ ഒരു ന്യൂസ് വിശ്വസിക്കാൻ പോലും സാധിച്ചില്ല. തൻ്റെ മകളുടെ കൊലയാളിക്ക് മാക്സിമം ശിക്ഷ കൊടുക്കണമെന്നുള്ളതായിരുന്നു ആ അമ്മ പറഞ്ഞ കാര്യം. അപ്പോൾ ഫ്യൂണറൽ നടക്കാനായിട്ടുള്ള സമയത്താകുമ്പോഴത്തേനും അമ്മ എത്തണം എന്നുള്ളത് അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു. അതായത് തൻ്റെ മകളെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട്. എന്നാൽ അതിനുള്ള പൈസ അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു മൂനാപ്പാണ്ഡയുടെ ഫ്രണ്ട്സ് ഒരു ഗോ ഫണ്ട് മീ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് $40,000 അവർ റേസ് ചെയ്തു. അതിനുശേഷമാണ് ഈ അനിത എന്ന് പറയുന്ന മൂനാപ്പാണ്ഡയുടെ അമ്മ അങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടായിരുന്നു ഈ ഫ്യൂണറലും പരിപാടികളും കാര്യങ്ങളൊക്കെ നടത്തിയത്. ആ ഒരു ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരുപാടധികം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വന്നതിൽ പകുതിയിലേറെ ആളുകൾ ഈ മൂനാപ്പാണ്ഡയെ അറിയുന്ന ആളുകൾ തന്നെയായിരുന്നു. ബാക്കിയുള്ളവർ ഈ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ട് ആ ഒരു കണ്ടോളൻസൻസ് പറയാൻ വേണ്ടിയിട്ട് വന്ന ആളുകളും ആയിരുന്നു. ഇതിന് പാരലായിട്ട് പോലീസുകാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലി മെമ്പേഴ്സിനെയും ഫ്രണ്ട്സിനെയും എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ അമ്മയായിട്ടുള്ള അനിതയെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പോലീസിനൊരു ക്ലൂ ലഭിച്ചു. അതായത് മൂനാപ്പാണ്ഡെ ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളായിട്ട് ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ ആ ഒരു റിലേഷൻഷിപ്പ് പിന്നീട് എങ്ങോട്ട് പോയി എന്നുള്ളത് തനിക്കറിയില്ല എന്നുള്ളതായിരുന്നു അനിത പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ മൂനാപ്പാണ്ഡയുടെ ഫ്രണ്ട്സിൽ ഒരാൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാളുകളായിട്ട് അവളെ ആരോ പിന്തുടരുന്നുണ്ട്, ആരോ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര ശല്യമാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ തന്നെ മാനേജ് ചെയ്തോളാം എന്നായിരുന്നു ആ ഒരു പെൺകുട്ടി പറഞ്ഞത്. അപ്പോൾ അവരുടെ വീടിൻ്റെ മുന്നിൽ ഒരു ക്യാമറ വെച്ചതിന് ശേഷം പിന്നീട് ആ ശല്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൂടെ അവർ പറയുകയുണ്ടായെന്നുള്ളത് ഒരു ഫ്രണ്ട് പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് മനസ്സിലായി ഇത് ഒരുപാട് നാളുകളായിട്ട് പിന്നാലെ നടന്ന ആരോ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത്. അപ്പോൾ പോലീസുകാർ ആ ഒരു ഏരിയയിലുള്ള കംപ്ലീറ്റ് CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. ഈ ഒരു കൃത്യം നടന്ന അന്ന് ഏകദേശം ഒരു 8:40 ആയിട്ടുണ്ടാവും. ആ സമയത്ത് ഈ മൂനാപ്പാണ്ഡയും വേറൊരാളും കൂടെയും ആ ഒരു ഡോറിനടുത്തോട്ട് നടന്നു വരുന്നുണ്ട്.
ഇവരുടെ കയ്യിൽ ഷോപ്പിംഗ് ബാഗ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഷൂവിൻ്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു, ഇവരുടെ ബാഗ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അയാളുടെ കയ്യിലുണ്ടായിരുന്നതാണ് അതിലും ഭീകരമായത്. ആളുടെ കയ്യിൽ ഒരു ഗണ്ണായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഗണ്ണ് പോയിന്റ് ചെയ്തിട്ട് ഇവരോട് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോറ് തുറക്കാനായിട്ട് പറയാണ്. ഇവർ ആദ്യം ഒന്ന് സ്റ്റക്കായി, എന്നാൽ അതിനുശേഷം പിന്നെ അവർ ഡോറ് തുറക്കുകയാണ്. അപ്പോൾ ഇയാൾ ആ പെൺകുട്ടിയെ ഉള്ളിലോട്ട് തള്ളിയിടുകയാണ്. അതിനുശേഷം ഇയാൾ അകത്തോട്ട് കയറി പിന്നെ ഡോറ് ലോക്ക് ചെയ്യുകയും ചെയ്തു. പിന്നെ അപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഏകദേശം ഒരു 9 മണി ടൈമിൽ അവിടെ നിന്ന് വെടിയൊച്ച കേട്ടതുപോലെ തോന്നിയിരുന്നു എന്നുള്ളത് അവരിൽ ചിലർ പറയുകയാണ്. അങ്ങനെ പോലീസുകാർ പിന്നെ CCTV ചെക്ക് ചെയ്ത സമയത്ത് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം, അതായത് അകത്ത് കയറി 1 മണിക്കൂറിന് ശേഷം ഇയാൾ പുറത്തോട്ട് ഇറങ്ങി പോകുന്നതും പോലീസുകാർക്ക് കാണാനായിട്ട് സാധിച്ചു. സോ ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ പോലീസുകാർ ആരംഭിക്കുകയാണ്. ഓഗസ്റ്റ് 28-ാം തീയതി ഇയാളുടെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ എന്താ പറയുക TV ചാനലിലും മറ്റും എല്ലാം പബ്ലിഷ് ചെയ്യുകയായിരുന്നു. ഇത് പബ്ലിഷ് ചെയ്തതിന് ശേഷം പോലീസിന് ഒരുപാടധികം കോളുകൾ വരികയാണ്. അതിൽ മെയിനായിട്ട് വന്ന ആ ഒരു കോള് ആ കാഠ്മണ്ഡു കറിയൻ ബാർ എന്ന് പറയുന്ന ഈ പെൺകുട്ടി വർക്ക് ചെയ്തിരുന്ന റെസ്റ്റോറൻറ്റില്ലേ അതിൻ്റെ ഓണറുടേതായിരുന്നു. ആൾ പറഞ്ഞു, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്, അതായത് മിക്ക സമയങ്ങളിലും എൻ്റെ റെസ്റ്റോറൻറ്റിൽ വരുന്ന ഒരാളാണ്. ആൾ വരും, അതേപോലെ അവിടെയുള്ള വെയിട്രസ്മാരൊക്കെ ആയിട്ട് സംസാരിക്കും, എന്നിട്ട് വലിയ ടിപ്പുകൾ കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടികൾക്ക് കൊടുക്കും. അങ്ങനെ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ആൾ ബിൽഡ് ചെയ്യും. അത് ആൾ സ്ഥിരം ചെയ്യാറുള്ള ഒരു കാര്യമായിട്ട് ഈ ഒരു ഓണർ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. അതിനോടൊപ്പം തന്നെ അയാളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ഈ ഹോട്ടൽ ഓണർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതായിട്ടും അതിൻ്റെ ബാക്കിയുള്ള ഫോർമാലിറ്റീസിന് വേണ്ടിയിട്ട് ആളുടെ ലൈസൻസിൻ്റെ കോപ്പി, ഫോൺ നമ്പർ, അഡ്രസ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തൻ്റെ കയ്യിലുണ്ടെന്നും പോലീസിൻ്റെ അടുത്ത് ഇയാൾ പറഞ്ഞു. ആ ഇൻഫോർമേഷൻസ് എല്ലാം പോലീസുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്തു. അതേപോലെ തന്നെ പോലീസിന് വന്ന മറ്റൊരു കോള് ഒരു പെൺകുട്ടിയുടേതായിരുന്നു. ആ പെൺകുട്ടി ഇയാളെ എന്താ പറയുക ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായെന്നുള്ളത് പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഇയാൾ എങ്ങനെയാണ് പരിചയമെന്ന് ചോദിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഷുഗർ ഡാഡി വെബ്സൈറ്റിൽ താൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ആൾ താൻ പരിചയപ്പെട്ടതും മീറ്റ് ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പെൺകുട്ടി പറയുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ ഇയാൾക്ക് വേണ്ടി വല വിരിച്ച് അന്വേഷണം ആരംഭിക്കുകയാണ്. ഇയാളുടെ പേര് ബോബി സിംഗ് ഷാ എന്നായിരുന്നു. 51 വയസ്സായിരുന്നു ഇയാളുടെ പ്രായം. അപ്പോൾ സെപ്റ്റംബർ 4-ാം തീയതി ഒരു ട്രാഫിക് സിഗ്നലിൽ വെച്ചിട്ട് ഇയാളെ പോലീസുകാർ പിടികൂടുകയായിരുന്നു. മർഡർ വെപ്പണെന്ന് സംശയിക്കുന്ന ഗണ്ണും ഇയാളുടെ കാറിൽ നിന്ന് പോലീസുകാർ കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ആരാണ് ഈ ബോബി ഷാ? എന്തിനാണ് ഈ മൂന പാണ്ഡെയെ അയാളെ കൊലപ്പെടുത്തിയത്? ഈ ബോബി ഷായുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആൾ ഒരു ഇന്ത്യൻ വംശജനാണ്. വളരെ ചെറുപ്പത്തിലെ ഇന്ത്യയിൽ നിന്നും US പോയി അവിടെ സെറ്റിലായ ഒരു മനുഷ്യനാണ്. ഒരു കമ്പനിയിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന, അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലിരിക്കുന്ന ഒരുപാടധികം ആളുകൾ എന്താ പറയുക ഇയാളുടെ അണ്ടറിലുണ്ട്. അങ്ങനെയുള്ള വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഈ ഒരു ബോബി ഷാ. പിന്നെ ഇയാൾ എന്തിനാണ് ഇത് ചെയ്തതെന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ചില സ്പെക്യുലേഷൻസ് ആണുള്ളത്, ചില തിയറീസ്. അതിൽ ആദ്യത്തെ ഒരു തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂന പാണ്ഡെയും അതുപോലെ തന്നെ ഈ ഒരു ബോബി ഷാവും ആ പെൺകുട്ടി ആദ്യം വർക്ക് ചെയ്തിരുന്ന റെസ്റ്റോറൻറ്റിൽ വെച്ചായിരിക്കും പരിചയപ്പെട്ടിട്ടുണ്ടാവുക. പിന്നീട് അവർ കുറച്ച് ആൾ ഡേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിനുശേഷം ഈ പെൺകുട്ടി റിലേഷൻഷിപ്പിൽ നിന്ന് ബാക്ക് ഓഫ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടാവും. അതിനാൾ എന്താ പറയുക സമ്മതിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടാകാം ഈ ഒരു കൊലപാതകം ഉണ്ടായെന്നാണ് ഒരു തിയറി പറയുന്നത്. എന്നാൽ ഈ മൂന പാണ്ഡെയുടെ ഫ്രണ്ട്സ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാളുമായിട്ടൊരു റിലേഷൻഷിപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നതായിട്ട് തങ്ങളോടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. തങ്ങൾക്കൊന്നും തന്നെ അറിയാത്തൊരു കാര്യമാണെന്നുള്ള രീതിയിലായിരുന്നു ആ പെൺകുട്ടിയുടെ ഫ്രണ്ട്സ് ഇതേപോലെ തന്നെ പ്രതികരിച്ചത്. പിന്നുള്ളൊരു തിയറി ഇത്തിരി ഡാർക്കായിട്ടുള്ളൊരു തിയറിയാണ്. ഇയാൾക്ക് ആ ഒരു ഷോപ്പിൽ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കണ്ടിട്ടോ ഈ ഒരു പെൺകുട്ടിയോടൊരു എന്താ പറയുക ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു ഒബ്സഷനായിട്ട് വളർന്നിട്ടുണ്ടാകാം. അപ്പോൾ പലതരത്തിലുള്ള ഗിഫ്റ്റും പൈസയും കാര്യങ്ങളും എല്ലാം വെച്ച് ആ പെൺകുട്ടിയെ അയാൾ തൻ്റെ എന്താ പറയുക കയ്യിലാക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ അതിന് ആ പെൺകുട്ടി റെസിസ്റ്റ് ചെയ്ത സമയത്തായിരിക്കാം അവസാനം എന്താ പറയുക ഇയാൾ ഇത്തരത്തിലുള്ളൊരു കൃത്യത്തിന് മുതിർന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും മൂന പാണ്ഡെ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ ഇയാൾ, അതായത് ബോബി ഷാ എന്ന് പറയുന്ന ഇയാൾ കൊലപ്പെടുത്തുകയായിരുന്നു. കൊലക്കുറ്റത്തിന് അയാൾ ജയിലിലാകുകയും ചെയ്തു. മൂന പാണ്ഡെയുടെ അമ്മയായിട്ടുള്ള അനിത പറഞ്ഞത് അയാൾക്ക് മാക്സിമം ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ്. നിയമം അനുശാസിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ശിക്ഷ തന്നെ അയാൾക്ക് ലഭിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ പ്രതികരണം. പിന്നെ ഈ ഒരു കേസിൽ ഫസ്റ്റ് ഹിയറിങ്ങിന് ഒരുപാടധികം ആളുകൾ കോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ മൂന പാണ്ഡെയുടെ ഫ്രണ്ട്സ്, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ട്രയലും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജയിലിലുമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.